കോഴിക്കോട്ടെ 6 വയസ്സുകാരി അതിഥി നമ്പൂതിരിയുടെ കൊലപാതകത്തിൽ പ്രതികളായ അച്ഛനും രണ്ടാനമ്മയ്ക്കും ജീവപര്യന്തം തടവ് വിധിച്ച ഹൈക്കോടതി 2 ലക്ഷം വീതം പിഴയും അടയ്ക്കണം. 2013-ലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. 6 വയസ്സുകാരി അതിഥിയെ മർദ്ദിക്കുകയും ക്രൂരമായി പൊള്ളലേൽപ്പിക്കുകയും പട്ടിണിക്കിട്ടുമായിരുന്നു ഇരുവരും ചേർന്ന് കൊലപാതകം നടത്തിയത്. ഈ കണ്ടെത്തലും അന്ന് കോടതി നടത്തിയിരുന്നു. രേഷ്മ ബാബു വിവരങ്ങൾ നൽകും. രേഷ്മ, വിശദാംശങ്ങൾ. ഹലോ, കോഴിക്കോട്ടെ 6 വയസ്സുകാരി അതിഥി എസ് നമ്പൂതിരിയുടെ കൊലപാതക കേസിലാണ് പ്രതികളായിട്ടുള്ള അച്ഛൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരി, രണ്ടാനമ്മ റംല ബീഗം എന്നിവർക്ക് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 2 ലക്ഷം രൂപ വീതം പിഴയും ഇരുവരും അടയ്ക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. സർക്കാർ നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. പ്രതികൾക്കെതിരെ കൊലക്കുറ്റം നിലനിൽക്കില്ല എന്ന കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിക്കൊണ്ടാണ് ഈ ഒരു ഇടപെടൽ നടത്തിയിട്ടുള്ളത്. കൊലക്കുറ്റം നിലനിൽക്കുമെന്നും പ്രതികളെ ഹാജരാക്കാനും ഇന്നലെ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. തുടർന്ന് ഇന്ന് പ്രതികളെ ഹാജരാക്കിയ ശേഷം കോടതി ഇരു പ്രതികൾക്കും പറയാനുള്ളത് കേൾക്കുകയും അതിനുശേഷം ശിക്ഷാവിധി പ്രസ്താവിക്കുകയുമായിരുന്നു. പാലക്കാട് ജില്ലയിലെ ക്ഷേത്രത്തിൽ പൂജാരിയായി ജോലി ചെയ്യുകയാണെന്നാണ് പിതാവായ സുബ്രഹ്മണ്യൻ നമ്പൂതിരി അറിയിച്ചത്. പക്ഷേ നിരപരാധിയാണെന്നായിരുന്നു രണ്ടാനമ്മയായ റംല ബീഗത്തിന്റെ നിലപാട്. അപൂർവങ്ങളിൽ അപൂർവം എന്നുള്ള കേസായി പരിഗണിച്ചുകൊണ്ട് വധശിക്ഷ നൽകണമെന്നുള്ള ഒരു നിലപാട് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചുവെങ്കിലും അത് ഹൈക്കോടതി പക്ഷേ അനുവദിച്ചില്ല. എന്തായാലും ജീവപര്യന്തം തടവിനാണ് ഇരു പ്രതികൾക്കും ശിക്ഷ ഹൈക്കോടതി വിധിച്ചിട്ടുള്ളത്. 2013 ഏപ്രിൽ 29-നാണ് കേസിനാസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. അതിഥി എസ് നമ്പൂതിരി മരിക്കുന്നത് അന്നേ ദിവസമാണ്. പെൺകുട്ടിയുടെ 10 വയസ്സുകാരനായ സഹോദരന്റെ സാക്ഷിമൊഴി അടക്കമാണ് ഈ കേസിൽ നിർണായകമായത്. പക്ഷേ നേരത്തെ വിചാരണ കോടതി പറഞ്ഞത് ഒരു കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണം ഈ കൊലപാതകത്തിന് പിന്നിലില്ല എന്നുള്ളതായിരുന്നു. അത് പക്ഷേ ഹൈക്കോടതി തള്ളുകയും ചെയ്തിട്ടുണ്ട്. ഈ കുട്ടിയെ അതിക്രൂരമായിട്ടാണ് കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശം ഇരു പ്രതികൾക്കും ഉണ്ട് എന്നുള്ള ഒരു കണ്ടെത്തലും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും കൊലപാതക കുറ്റം ചുമത്തിക്കൊണ്ട് ജീവപര്യന്തം തടവിന് ഇരു പ്രതികൾക്കും ശിക്ഷ ഹൈക്കോടതി വിധിക്കുകയുമായിരുന്നു. അനു. ശരി രേഷ്മ.